ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന ഏരിയ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഏരിയാസ് ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. അതായത് നമ്മളൊരു ഏരിയയെ അല്ലെങ്കിൽ ഒരു കർവിനെ നമ്മൾ റെവല്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്മൂത്ത് കർവിനെ റിവോൾവിങ് എബൌട്ട് എക്സ് ആക്സിസ് ഓർ റിവോൾവിങ് എബൌട്ട് വൈ ആക്സിസ്, അപ്പോൾ നമുക്കൊരു രൂപം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഫിഗറിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന അതിനകത്ത് ഇവിടെ നോക്കുക, ഈ കാണുന്ന സാധനം ആ y = f(x) എന്ന് പറഞ്ഞ ആ ഒരു ലൈനിനെ ഇവിടെ നോക്കുക, നമുക്കിവിടെ തന്നിരിക്കുന്നതിന് y = f(x) എന്ന് പറഞ്ഞ ഈ ഒരു കർവിനെ എബൌട്ട് എക്സ് ആക്സിസ് നമ്മളിങ്ങനെ പിടിച്ച് കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോണിക്കൽ ഫ്ലാസ്ക് എന്നൊക്കെ നമ്മൾ കെമിസ്ട്രി ലാബിൽ കേട്ടിട്ടുള്ള ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു സോളിഡ്. അപ്പോൾ അത് റവല്യൂഷൻ എബൌട്ട് വൈ എക്സ് ആക്സിസ് ചെയ്ത് കിട്ടുന്ന ഒരു സർഫസാണ്. അതിൻ്റെ ഏരിയ, സർഫസ് ഏരിയ അത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്കതിനകത്ത് കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. നമുക്ക് ആ റിസൾട്ട്സിലൂടെയാണ് നമ്മുടെ പ്രോബ്ലംസിലെ ഫോർമുല കിട്ടുന്നത്. ഇഫ് ദ ഫംഗ്ഷൻ f(x) > 0 ഈസ് സ്മൂത്ത് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. അപ്പോൾ എഫ് എന്ന് പറയുന്നത് സ്മൂത്തൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ സ്മൂത്ത് ഫംഗ്ഷൻസ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ സ്മൂത്ത് എഫ് വിച്ച് ഈസ് > 0, അതായത് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പൂർണ്ണമായും എക്സ് ആക്സിസിന് മുകളിൽ കിട്ടണം. അതാണ് ഇഫ് ദ ഫംഗ്ഷൻ f(x) > 0 ഈസ് സ്മൂത്ത് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഫിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് തീർച്ചയായും ആർക്ക് മുകളിലായിരിക്കണം? എക്സ് ആക്സിസിന് മുകളിലായിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. ദി ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് y = f(x) എബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ഫിഗർ ഒന്ന് മനസ്സിലോർക്കുക. അപ്പോൾ നമ്മൾ മുകളിൽ കിടക്കുന്ന എക്സ് ആക്സിസിന് മുകളിൽ കിടക്കുന്ന ഒരു ലൈനെ അല്ലെങ്കിൽ ഒരു കർവിനെ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എബൌട്ട് എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സോളിഡിൻ്റെ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? S = 2π integral a to b y into √1 + dy/dx² dx. അഥവാ ഈ സാധനത്തിന് നമുക്ക് എങ്ങനെയും എഴുതാം, y = f(x) ആണ്, അല്ല, ദാറ്റ് ഈസ് 2π integral a to b f(x) into √1 + f'(x² dx. അപ്പോൾ നമുക്ക് മിക്കവാറും തന്നിരിക്കുക y = f(x) എന്ന ഫോമിലാണ്. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഫോം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. എന്തായിരുന്നു? സർഫസ്, അതായത് ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ്, ദ സ്മൂത്ത് കർവ് y = f(x) എബൌട്ട് ദി എക്സ് ആക്സിസ്. എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എല്ലാം ഇൻ ടേംസ് ഓഫ് f(x) ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2π integral a to b f(x) into √1 + f'(x² dx. ഇനി അഥവാ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ റിവോൾവ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷൻ എബൌട്ട് വൈ ആക്സിസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ, അപ്പോൾ ഇഫ് g of y > 0 is smooth on closed interval c, d, the area of the surface generated by revolving the curve x = g of y. അപ്പോൾ നമ്മുടെ x = g of y, അതായത് x is a function of y എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ അപ്പോൾ ഒരു കാര്യം നോക്കുക, എബൌട്ട് എക്സ് ആക്സിസ് റിവോൾവിംഗ് എന്ന് നമുക്ക് എടുക്കുമ്പോൾ y = f(x) എന്നായിരിക്കണം ഫംഗ്ഷൻ. അഥവാ y = f(x) തന്നിട്ട് എബൌട്ട് വൈ ആക്സിസ് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷനെ എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് y ആക്കി മാറ്റണം. അതായത് ഇപ്പോൾ നമുക്ക് സപ്പോസ് y = sin x എന്നാണ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? x = sin inverse y എന്ന് ഫംഗ്ഷനെ മാറ്റിയിട്ട് വേണം എബൌട്ട് വൈ ആക്സിസ് നമ്മൾ റിവോൾവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കേസൊക്കെ എടുക്കാനായിട്ട്. നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരാം. അപ്പോൾ എന്താണോ സർഫസ് ഏരിയ? S = 2π integral c to d g of y into, അപ്പോൾ നേരത്തെ y ഇൻറ്റു എന്ന് പറഞ്ഞവിടെ ഇവിടെ f(x) എന്ന് എഴുതി. അപ്പോൾ ഇവിടെ x ഇൻറ്റു എന്നുള്ളത് g of y into √1 +
g dash of y square dy. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. അത് എന്തൊക്കെയാണ്? എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ a to b y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് എന്നും മറ്റേത് എന്തായിരുന്നു? എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ c ടു d എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയർ dy. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സാധനം ഇവിടെ y എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് വൈയും ആയിരിക്കും. ഇതിന് രണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് മാറ്റി കാര്യങ്ങൾ എഴുതാൻ എളുപ്പത്തിൽ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഫോം എന്താ നോക്കുക? എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ a to b y ഇൻറ്റു ഡി എസ്. ആരാണ് ഡി എസ് ആയി മാറിയത്? ഈ സാധനം. അതായത് ഇവിടെ എന്ത് വരും? ഇത് ശരിക്കും നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക? dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ, ഇത് ഡി എക്സ് സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഓരോ ഡി വൈ വീതം നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ എന്ത് ബാക്കി കിട്ടും? ഡി എസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടും. അതായത് എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ a to b y ഡി എസ്, അതേപോലെ എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ c ടു d എക്സ് ഡി എസ്. അപ്പോൾ രണ്ടിലും ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസും ഡി എസ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്തുമാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ റേഡിയസിനെ റോ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എസ് ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ റോ ഡി എസ് എന്ന് കിട്ടും. വേർ റോ ഈസ് ദി റേഡിയസ് ഓഫ് ദി ആക്സിസ് ഓഫ് റവല്യൂഷൻ ടു ആൻ എലമെൻറ്റ് ഓഫ് ആർക്ക് ലെങ്ത് ഡി എസ്. അപ്പോൾ ഈ ഫോർമുലയെ നമ്മൾ ഷോർട്ട് ഡിഫറൻഷ്യൽ ഫോം, അപ്പോൾ ഷോർട്ട് ഡിഫറൻഷ്യൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റിമാർക്കാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്താണ്? ആ രണ്ട് ഇക്വേഷൻസ് ഇങ്ങനെയാണ്, ഈ രണ്ട് ഇക്വേഷൻസിലും നമ്മൾ ആ സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്നതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡി എസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് ഈ ഒരു നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം? ഈ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലാണ് വരുന്നത്. അത് മൊത്തത്തിൽ അങ്ങ് എന്തായി പോവും? ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ എന്നാണെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മൊത്തം എക്സ്പ്രഷൻ അത് ആരായി മാറും? നമ്മുടെ ഡി എസ് ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, നൗ അപ്പോൾ അതാണ് നമ്മുടെ ഷോർട്ട് ഡിഫറൻഷ്യൽ ഫോം. നമുക്കൊരപ്പോൾ 2-3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? ദിസ് ഈസ് ദി ഫസ്റ്റ് തിങ്. ഇത് നമ്മുടെ ഒരു ഫോർമുല, ഇത് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല, ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം, ഷോർട്ട് ഡിഫറൻഷ്യൽ ഫോം എന്താണെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. Find the area of the surface generated by revolving about x-axis. റിവോൾവിങ് എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഓക്കെ, ഫ്രം ദ ഒറിജിൻ ടു ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു എ വേർ എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് y സ്ക്വയർ ഈക്വൽ ടു 4ax ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു റൂട്ട് ഓഫ് 4ax എന്നുള്ള രീതിക്ക് എടുക്കണം. ഇനി മാത്രമല്ല എവിടെ നിന്ന് എവിടെയാണ്? എ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്താണ്? ഐദർ പുട്ടിങ് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്നും പറഞ്ഞ് എഴുതാം. അതല്ലെങ്കിൽ ഇവർ ചെയ്ത പോലെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കാം. ഡിഫറൻഷ്യൽ എടുത്തു കഴിയുമ്പോൾ 2y dy ബൈ ഡി എക്സ് ഈക്വൽ ടു 4a എന്ന് കിട്ടും. അവിടുന്ന് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2a y എന്ന് കിട്ടി. 2a ഡിവൈഡഡ് ബൈ y എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൻ്റെ ബാക്കി വെളിച്ചത്തിലാണ് കേട്ടോ. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2a ബൈ y എന്ന് കിട്ടി. അപ്പോൾ 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ആദ്യം എഴുതാൻ പോകണമെന്ന് അറിയണം. വിത്ത് റെസ്പെക്ട് ടു, അതായത് റിവോൾവിങ് എബൌട്ട് എക്സ് ആക്സിസ് ആണ് അല്ലേ? റിവോൾവിങ് എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടാനായിട്ട് എന്ത് ചെയ്തു? എന്താ ചെയ്തേ? ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ സാധനമാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിലേക്കായിട്ട് 1 പ്ലസ് dy ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് 2a ബൈ വൈയുടെ സ്ക്വയർ എന്താ? 4a സ്ക്വയർ ബൈ
വൈ സ്ക്വയർ. അപ്പോൾ അതൊക്കെ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ നോക്കൂ, ഡിനോമിനേറ്ററിനകത്ത് വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 4ax എന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൈ സ്ക്വയറിന് പകരം ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 4ax എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയായിരുന്നു? 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം, ഓരോ a വീതം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് എന്തായിരുന്നു? ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 1 + a/x എന്നാണ് കിട്ടുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് x + a / x എന്നാവുന്നത്. x + a / x എന്ന് കിട്ടുന്ന ഈ സ്റ്റെപ്പിലേക്ക് എത്തുന്നത് ഇങ്ങനെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി എസ്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. s ഈക്വൽ ടു 2π ഇൻറ്റഗ്രൽ a to b ആണ്. നമ്മൾ എക്സിൻ്റെ റേഞ്ചാണ് a to b പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ എക്സിൻ്റെ റേഞ്ച് എങ്ങനെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൻഡ് a ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സിൻ്റെ വില 0യ്ക്കും എയ്ക്കും ഇടയിൽ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to a y ഇൻറ്റു റൂട്ട് ഓഫ് ദിസ്. അപ്പോൾ ഈ സാധനം എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? റൂട്ട് ഓഫ് x + a / x. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ റൂട്ട് ഓഫ് x + a / √x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റഗ്രൽ 0 to a to റൂട്ട് ഓഫ് ax. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. അപ്പോൾ y ഈക്വൽ ടു എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 4ax. അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂട്ട് ab എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് a ഇൻറ്റു റൂട്ട് b എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഈ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ആ ഒരു ഇതിൽ y ഈക്വൽ ടു റൂട്ട് 4 ഇൻറ്റു റൂട്ട് ax, ഇത് 2 റൂട്ട് ax, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 2 ഇൻറ്റു റൂട്ട് ഓഫ് ax. അപ്പോൾ ഇവിടെ റൂട്ട് a ഇൻറ്റു റൂട്ട് x, റൂട്ട് ഓഫ് ax നമുക്ക് എന്ത് എഴുതാം? റൂട്ട് a ഇൻറ്റു റൂട്ട് x എന്ന് എഴുതാം. റൂട്ട് ഓഫ് x + a / √x നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് x + a / √x. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് എക്സും ഇവിടെ ഒരു റൂട്ട് എക്സും നമുക്ക് ക്യാൻസലായി പോകും. മിച്ചം എന്ത് കിട്ടും? ഇവിടെ ക്യാൻസലായി പോയാൽ 2π ഇൻറ്റഗ്രൽ 0 to a 2 ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് ഓഫ് x + a dx എന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യമുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 ഉണ്ട്, അങ്ങനെയാണ് ഇത് 4 ആയത്. 4π റൂട്ട് a ഇൻറ്റഗ്രൽ 0 to a റൂട്ട് ഓഫ് x + a. കാരണം ഈ 4ഉം പൈയും റൂട്ട് എയും കോൺസ്റ്റൻറ്റുകളാണ്. അതിന് നമുക്ക് എക്സ് കൊണ്ടൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a റൂട്ട് ഓഫ് x + a. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നമുക്കിത് നേരിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ u ഈക്വൽ ടു x + a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഇവിടെ അത്രയ്ക്കധികം നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഈക്വൽ ടു എന്താ വരിക? x⁻² 1/2 + 1 x⁻³ / 3/2 ദാറ്റ് ഈസ് 2/3. അപ്പോൾ ഇവിടെ അതാണ് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ ദാറ്റ് ഈസ് 4π റൂട്ട് a ഇൻറ്റു x + a⁻³ / 3/2 ആണ് 2/3 ഫ്രം 0 to a. നമുക്ക് ഇതിനെയും വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 2 × 4 8 8π റൂട്ട് a / 3. ഇനി ഇവിടെ 0 കൊടുക്കുമ്പോൾ അത് 0 തന്നെ ആയിരിക്കും. a കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? a + a 2a. അപ്പോൾ 2a⁻³ - a⁻³ നമ്മളിതിങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? ആ റൂട്ട് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് റൂട്ട് a എന്ന് പറയുമ്പോൾ a⁻² 1/2 ഇൻറ്റു 2a⁻³ അപ്പോൾ അത് അതിനനുസരിച്ച് എന്താവും? a² എന്നായി മാറും. ഇവിടെയും a² ആവും. അപ്പോൾ അതൊന്ന് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 9. പ്രോബ്ലം നമ്പർ 9 നമ്മളൊന്ന് ചിന്തിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഫ്രസ്റ്റം. അതായത് നമ്മുടെ ഒരു കോണിൻ്റെ ഭാഗം generated by revolving the line segment y equal to x/2 + 1/2
1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പോൾ എബൌട്ട് ദി എക്സ് ആക്സിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇത് ആ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഇനി നമുക്കപ്പോൾ എന്ത് വേണം? ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ജിയോമെട്രിക്കലി അത് ചെക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫോർമുല, അപ്പോൾ ഒന്നുകിൽ ഇവർ ഫോളോ ചെയ്തിരിക്കുന്ന രീതിക്ക് തന്നെ ചെയ്യാം. എന്താണ്? y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഭാഗം. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്നേ വരൂ. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ 1 + dy/dx സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1 + 1/4 ഈസ് 5/4. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയൊരു സാധനമാണെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് ചിത്രമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫോർമുല എഴുതി. വാട്ട് എവർ നമ്മൾ ഫോർമുല ആദ്യം എഴുതണം. അപ്പോൾ ഈ പറഞ്ഞ the area of the cone frustum generated by revolving the above line segment about x-axis is given by എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ s ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ a to b, ഒന്നുകിൽ നിങ്ങൾക്ക് y എന്ന് എഴുതാം, അല്ലെങ്കിൽ f(x) × √1 + f'(x) സ്ക്വയർ dx. അപ്പോൾ ഈ 1 + f'(x) ആണ് 5/4, അതിൻ്റെ റൂട്ട്. അപ്പോൾ √5/4. അപ്പോൾ 2π ഇൻ്റഗ്രൽ 1 to 3, ദാറ്റ് ഈസ് റേഞ്ച് ഓഫ് x 1 to 3 f(x) അല്ലെങ്കിൽ y ഈക്വൽ ടു x/2 + 1/2 × √5/4. ഇതൊരു കോൺസ്റ്റൻറ്റാണ്, അതിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇത് √5/√4 എന്ന് എഴുതാം. അപ്പോൾ √5 എന്ന് പറഞ്ഞാൽ √5 തന്നെ, √4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാവുക? 2π × √5/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇതും ഈ 2 തമ്മിൽ ക്യാൻസലായി പോകും. മിച്ചം നമുക്ക് എന്ത് കിട്ടും? π × √5 ആൻഡ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് x/2 എന്ന് പറഞ്ഞാൽ x²/4 എന്ന് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. x²/4 1/2ൻ്റെ ഇൻ്റഗ്രൽ x/2 ഫ്രം 1 to 3. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, അതന്നെയല്ലേ കിട്ടണേന്നൊന്ന് ചെക്ക് ചെയ്യുക. ചെയ്ത് നോക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം നിങ്ങൾക്കത് വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ക്ലാസ് കേൾക്കുന്നതിനൊപ്പം. ഈവൻ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട് എഴുതുന്നില്ലെങ്കിലും ചെയ്ത് നോക്കുക പ്രോബ്ലം ഒപ്പം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്തു. ജിയോമെട്രിക്കലി R1ഉം R2ഉം എന്താണ്? R1 എന്ന് പറഞ്ഞത് ഈ മുകളിലെ ഹൈറ്റും R2 എന്ന് പറഞ്ഞത് താഴത്തെ ഹൈറ്റും. അപ്പോൾ വെൻ x ഈക്വൽ ടു 1 പറഞ്ഞാൽ 1/2 + 1/2, ദാറ്റ് ഈസ് R1 ഈക്വൽ ടു 1 ആൻഡ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 അല്ലേ. x ഈക്വൽ ടു 3/2 + 1/2, ദാറ്റ് ഈസ് 2. അപ്പോൾ R1 ഈക്വൽ ടു 1ഉം R2 ഈക്വൽ ടു 2ഉം ഫോർമുല നോക്കുന്ന ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ സെയിം ആൻസർ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതേപോലെ എളുപ്പത്തിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് y ഈക്വൽ ടു x² എബൌട്ട് എക്സ് ആക്സിസ്. എന്ത് ചെയ്യണം? യെസ്, dy/dx കണ്ടുപിടിക്കുക, 1 + dy/dxൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് ഇൻ്റഗ്രേഷനാണ്. ഈ സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? വാട്ട് യു നീഡ് ടു നോ ഈസ് ഹൗ ടു ഇൻ്റഗ്രേറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ. അത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റെപ്പ് വരെ എത്താൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. പക്ഷേ ഇവിടുന്ന് ഫോർവേഡ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ടു എക്സിക്യൂട്ട് ദ ഇൻറ്റഗ്രൽ, അല്ലെങ്കിൽ ഹൗ ടു സബ്സ്റ്റിറ്റ്യൂട്ട്, വാട്ട് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് അറിയണം. ഇവിടെ നിങ്ങൾ ക്ലിയർലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സ്ക്വയറിൻ്റെ അകത്തെ ആൾക്കാണ്. സ്ക്വയറിനകത്തെ 1 + 9x⁴ നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ u എന്ന് കൊടുക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിയിട്ട് √() എന്ന് പറഞ്ഞ സാധനത്തിന് u കൊടുത്താൽ കംപ്ലീറ്റ് തെറ്റും. സോ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഹൗ ടു ഇൻ്റഗ്രേറ്റ്. സോ പ്രാക്ടീസ് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് എബൌട്ട് y ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു, എല്ലാം തന്നിട്ടുണ്ട്. എഗെയിൻ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. എന്താണ്? x ഈക്വൽ ടു a function of y, that is 2 × √4 - y, and the range of y is between 0 and 15/4 and about y axis. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സസൈസിലൊന്നും നമ്മളോട് അവർ തിരിച്ച് ചോദിച്ചിട്ടില്ല.
അല്ലേ ഇത് സോൾഡിലൊന്നും അങ്ങനത്തെ എക്സാമ്പിൾ നമ്മൾ കാണുന്നില്ല. ഇനി എക്സസൈസിനകത്ത് ഉണ്ടോ നമുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് തരുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ആൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് ടു ബി റിവോൾവ്ഡ് എന്താണ്? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് വൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ല കണ്ടുപിടിക്കുന്നത്, ഡി എക്സ് ബൈ ഡി വൈ ആണ്. ഓർക്കുക, ഡി എക്സ് ബൈ ഡി വൈ, അതായത് എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും, അതിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അതായത് ഇവിടെ എന്താ പറഞ്ഞത്, നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ, അതായത് ഡി എക്സ് ബൈ ഡി വൈയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ വരിക? 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 പ്ലസ് ഈ സാധനം കൂടി ആയിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 പ്ലസ് 1 ബൈ 4 മൈനസ് വൈ, ദാറ്റ് ഈസ് 5 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 4 മൈനസ് വൈ. ഇതന്നെയായിരിക്കും നമുക്ക് അപ്പുറത്തും കിട്ടുന്നുണ്ടാവുക, 5 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 4 മൈനസ് വൈ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി 2 പൈ എക്സ്, അതാ ഫോർമുലയാണ്. അതായത് 2 പൈ ഇൻ്റഗ്രൽ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിപ്പോൾ 2 പൈ അകത്ത് എഴുതിയാലും തെറ്റില്ല കേട്ടോ. 2 പൈ ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് വേണം? 2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് വൈ ഇൻറ്റു ദിസ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ 4 മൈനസ് വൈയും 4 മൈനസ് വൈയും ക്യാൻസൽ ചെയ്ത് കളയാം റൂട്ടിൻ്റെ. മിച്ചം എന്തുണ്ട്? ആ 2, ഈ 2 കോൺസ്റ്റൻ്റ് ആണ്, ഈ 2 കോൺസ്റ്റൻ്റ് ആണ്. ആ 2വിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 4 പൈ ഇൻ്റഗ്രൽ 0 ടു 15/4 സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് വൈ ഡി വൈ. അപ്പോൾ നമ്മളിതിനെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ യൂന്ന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മൈനസ് വൈ ആണ്, അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ. നേരത്തെ നമുക്ക് എക്സ് മൈനസ് എന്ന ഫോമായിരുന്നു, ഓർമ്മയുണ്ടോ? നേരത്തെ ക്വസ്റ്റ്യൻ എവിടെയായിരുന്നു? യെസ്, ഹിയർ. ഇവിടെ എക്സ് പ്ലസ് ആണ് അല്ലേ, എക്സിൻ്റെ സൈൻ പോസിറ്റീവ് ആയ കാരണം നമുക്ക് കുഴപ്പമുണ്ടായില്ല. ഇവിടെ നമുക്ക് മൈനസ് വൈ എന്നുള്ള ആ ഒരു ഇത് വരുന്നത് കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം ന്യൂമറേറ്ററിലേക്ക് എത്തുമ്പോൾ 2/3, ദാറ്റ് ഈസ് 8π/3. ഇനി 5 മൈനസ് വൈയിലെ 15/4ഉം 0യും കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കിട്ടുന്നതിന് ഇവിടെ ജസ്റ്റ് ഓൾജിബ്രൈക്ക് അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയുക, നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് അപ്പോൾ ഇവിടെ നോക്കുക, ഹിയർ പ്രോബ്ലം 12. നമുക്ക് ആ ഡി എസ് എന്നുള്ള സാധനം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഉപയോഗപ്രദമാകുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. കണ്ടോ, ഇവിടെ എക്സ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് വൈ, പക്ഷേ എബൌട്ട് എക്സ് ആക്സിസ്. എബൌട്ട് എക്സ് ആക്സിസ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ തന്നിട്ട് എബൌട്ട് എക്സ് ആക്സിസ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ഇതിലായാലും അതിലായാലും ഒരു മാറ്റം ഇല്ലാത്ത ആളാണ് ഡി എസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 4/4 പ്ലസ് 1/8y². നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എക്സ് കണ്ടുപിടിക്കുക. ഡി എക്സ് ഈക്വൽ ടു y³ പ്ലസ്, ഇത് സാധാരണ ചെയ്യണ പോലെ ഡിഫറൻഷ്യൽ ഇൻറ്റു ഡി വൈ. കാരണം ഫങ്ഷൻ ഓഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്തിട്ട് അങ്ങനെ വരുന്നു, ഡി വൈ കിട്ടി. അപ്പോൾ ഡി എസ് എന്താണ്? ഡി എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഡി എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ഡി വൈയുടെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, റൂട്ട് ഓഫ് ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ സ്ക്വയർ പ്ലസ് ഡി വൈയുടെ സ്ക്വയർ. അതായത് നമ്മളിത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ കിട്ടും? നമ്മളിത് എഴുതുമ്പോൾ എന്താ കിട്ടുക? y³ മൈനസ് 1/4y³ dy ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു dy സ്ക്വയർ ഈ ടേമിൻ്റെ കൂടെയും ഈ dy സ്ക്വയർ നമുക്ക് എന്തൊക്കെ കിട്ടും? ഇതിൻ്റെ കൂടെ ഒരു dy സ്ക്വയർ ഉണ്ടാവും, ഇവിടെ ഒരു dy സ്ക്വയർ ഉണ്ടാവും അല്ലേ. അങ്ങനെ dy റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനത്തിനെ പുറത്തേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? അത് dy ആയി മാറും. അതായത് ശരിക്കും ഈ ബ്രാക്കറ്റ് ആർക്കും, ഇതിവിടെ ശരിക്കും ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ഇൻവിസിബിൾ ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ ബ്രാക്കറ്റ് ഇട്ട പ്രശ്നമായി. യെസ് ലൈക്ക് ദിസ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ശരിക്കും റൂട്ട് ഓഫ് y³ മൈനസ് 1/4y³ dy ഹോൾ സ്ക്വയർ പ്ലസ് dy സ്ക്വയർ എന്നാണ്. അപ്പോൾ രണ്ടിലും dy സ്ക്വയർ ഉള്ള കാരണം നമുക്ക് സ്ക്വയർ റൂട്ടിൽ നിന്ന് dy സ്ക്വയറിനെ പുറത്തെടുക്കാം. ഒരു സ്ക്വയർ റൂട്ടിനകത്ത് നിന്ന് dy സ്ക്വയർ പുറത്തേക്ക് വരുമ്പോൾ അത് dy ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 1 പ്ലസ് y³ മൈനസ് 1/4y³ സ്ക്വയർ എന്ന് കിട്ടി.
ആ സാധനം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കിതിനെ y³ പ്ലസ് 1/4y³ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് എഴുതാം. ഈ ഇവിടെ ഒരു റൂട്ടും സ്ക്വയറും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആയ കാരണം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y³ പ്ലസ് 1/4y³ dy എന്ന് കിട്ടും. ഇതിന് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? നമ്മുടെ ഫോർമുലയിൽ. എന്താ ഫോർമുല? s ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ y ds. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 2πy. അപ്പോൾ എത്ര എളുപ്പമായല്ലേ, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. വൈയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി, അതായത് y ഈക്വൽ ടു a ഫംഗ്ഷൻ ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നില്ല. ആകെപ്പാടെ എന്ത് ചെയ്തു? ആ ടെക്നിക്ക് ഓർക്കുക. എക്സ് ഈക്വൽ ടു എന്ന് തന്നിട്ടുള്ള കാരണം നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്ന് എഴുതി. അവിടുന്ന് ഡി എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി വൈയുടെ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുക, കോമൺ ആയിട്ടുള്ള ഡി വൈ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. അപ്പോൾ ഡി എസ് ഈക്വൽ ടു ദസ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഡി വൈ വന്നത് കേട്ടോ. ഈ ഡി വൈ എങ്ങനെയാണ് വന്നത്? ഡി എസ് സിന്ന് വന്ന ഡി വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 2πy y³ പ്ലസ് 1/4y³ dy. അപ്പോൾ ഇവിടെ ആരൊക്കെ കോൺസ്റ്റൻ്റ് ഉള്ളത്? ഈ 2y കോൺസ്റ്റൻ്റ്, അതിനെ പുറത്തെടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 വൈനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y⁴ പ്ലസ് 1/4y³ ആയിരുന്നത് y² dy. ഇനി നമ്മൾ സാധാരണ നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുക. എന്നിട്ട് വാല്യൂസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് വാല്യൂ കണ്ടുപിടിക്കുക. ഇത് പ്യുവർലി നമുക്ക് കാൽക്കുലേഷൻ ബേസ്ഡ് ആണ്, വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയണം. അതിപ്പോൾ ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. സോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.